ഹായ് ഡിയേഴ്സ്, ഇന്ന് പെട്ടെന്നൊരു പുലാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട്. അപ്പോൾ ഇതാ അടിക്കട്ടിയുള്ളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടിയുള്ളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് ബിരിയാണി പോട്ട് ഉണ്ടെങ്കിൽ ഇതൊരു ചെറിയ ബിരിയാണി പോട്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 2 ടീസ്പൂൺ വരെ നമുക്ക് രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ, ഓയിലും നെയ്യും. ഞാനിപ്പോൾ ഓരോ ടീസ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്ന സമയത്ത്, നെയ്യൊക്കെ മെൽറ്റായി വന്നിട്ട് ഇതിലേക്ക് 2 ബേ ലീഫ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 കഷ്ണം പട്ട മീഡിയം സൈസിലുള്ളത്, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. ജീരകം നന്നായിട്ട് പൊട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് പച്ചയ്ക്ക് ജീരകം കടിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറും അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റും നമ്മുടെ പുലാവിന് കിട്ടാതെ പോകും. അതുകൊണ്ട് ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വരാനായിട്ട് ശ്രദ്ധിക്കണം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. അറിയുന്ന ഒരുപാട് പേരുണ്ടാവും, ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇവിടെ പൊട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 2 ക്യാരറ്റ്, ഒരു 6-7 എണ്ണം ബീൻസ്, ഒരു ചെറിയ സവോള, ഇത്രയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കോളിഫ്ലവർ, ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഞാൻ ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കണം എന്ന് വിചാരിച്ച കേട്ടോ. സത്യത്തിൽ അത് മറന്നു പോയിട്ടോ. അതൊക്കെ ശരിക്കും നമ്മുടെ ഈ പുലാവിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. കാണാനൊക്കെ തന്നെ നല്ലൊരു ലുക്കായിരിക്കും. സംഭവം എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലായിരുന്നു, അതുപോലെ കോളിഫ്ലവർ, ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുലാവിന് സാധാരണ അത് ചേർക്കുന്ന പതിവുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് മാത്രം വെച്ചിട്ട് തട്ടിക്കൂട്ടി പെട്ടെന്നൊരു പുലാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ 2 ഉരുളക്കിഴങ്ങാട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക് ഇതോടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പുലാവെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യമൊന്നും പുലാവൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബോംബെ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അനിത എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി കണ്ണൂരായിരുന്നു വീട്. ശരിക്കും ആദ്യമാണ് അവളാണ് എനിക്ക് ഇത് പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഉണ്ടാക്കി തന്ന കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അന്നും ഇന്നും അതേപോലെ തന്നെ കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു 8-10 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുതിന, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയും കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പേസ്റ്റ് പോലെ ആക്കുന്നില്ല. പിന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ ആയി വരില്ല. ഏകദേശം നല്ലതുപോലെ ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. ഇനി നമ്മൾ ഇതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത്രയായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അനിത എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി ഞങ്ങൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഞങ്ങൾ കുറച്ച് കാലം നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവൾ മക്കളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ അമർനാഥിലേക്ക് മാറി. ഞാൻ ബോംബെയിൽ തന്നെ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾ കൂടിയിട്ട്. ശരിക്കും വല്ലാതെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അന്ന് നമ്മളിതുപോലെ നമ്പർ വാങ്ങി വയ്ക്കാനോ അല്ലെങ്കിൽ ഏത് സ്ഥലം, കണ്ണൂരാണെന്ന് മാത്രമേ എനിക്കറിയൂ, വേറൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്തതിൻ്റെ വളരെ ഇന്ന് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് അനിത. പലപ്പോഴും ഞാൻ പിന്നെ യൂട്യൂബിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും കേട്ടോ. പക്ഷേ ഇതുവരെ കണ്ടു കിട്ടാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മസാല ചേർത്ത് നന്നായിട്ട്, അതായത് നമ്മൾ മല്ലിയില പുതിനയൊക്കെ ചേർത്തില്ലേ അരച്ചെടുത്തത്, അത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലതുപോലെ തന്നെ വന്നു തുടങ്ങണം കേട്ടോ. അതുവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിവിടെ ഫ്രൈ ആയി വന്നു. അതിന് ശേഷം നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി അരിയാണ്. ഇത് ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് കേട്ടോ. ഇത് നല്ലൊരു അരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നീളമുള്ള അരിയാണെങ്കിൽ നമുക്ക് പൊട്ടിപ്പോകില്ല പെട്ടെന്നൊന്നും. അതേസമയം നമ്മുടെ കൈമ റൈസ് എനിക്ക് പലപ്പോഴും പൊട്ടിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുലാവിനധികവും ഇതാണ് ഉപയോഗിക്കുന്നത്. ടേസ്റ്റ് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ അരിയുടെ ഒരു കണക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പൊട്ടാൻ തുടങ്ങും. അരി ഇതുപോലെ കിടന്ന് നന്നായിട്ട് വഴന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് പൊട്ടിത്തുടങ്ങും. ആ പൊട്ടിത്തുടങ്ങുന്ന സമയം വരെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു 10-18 വർഷത്തിലൊക്കെ ഏറെ, 18 10-20 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് എനിക്കിത്
കാണിച്ചു തന്നിട്ട്. അതുവരെ എനിക്ക് പുലാവിനെ പറ്റി അത്ര വലിയൊരു പിടുത്തമില്ലായിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കും എന്നല്ലാതെ പുലാവൊന്നും അത്ര അറിവില്ലായിരുന്നു. അപ്പോൾ ആ ഒരു രീതി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരി 2 കപ്പ് അരി കേട്ടോ. ഇപ്പം ഞാൻ 250 ml കപ്പാണ് കാണിച്ചത്. ഇതിൽ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതേ കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളമാണ് സാധാരണ നമുക്ക് ബിരിയാണി പുലാവ് വയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ അരി എന്ന് പറയുന്നത് വാങ്ങിയിട്ട് കുറച്ച് നാളായതാണ്. അപ്പോൾ ഇത് പഴകുമ്പം ഈ അരിയൊക്കെ ഇരുന്ന് പഴകുമ്പം കുറച്ചും കൂടെ വേവ് കൂടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തേൻ. അതായത് 4.5 കപ്പ് വെള്ളം. പിന്നെ ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നീട് ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2-3 ഇതൾ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കും. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഇനി ഞാൻ കുറച്ച് വയ്ക്കുകയാണ്. ഒന്ന് തിളച്ചതിന് ശേഷം അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ വെള്ളം വറ്റി നമ്മുടെ ഈ അരി വെന്ത് വരും. കാരണം നമ്മൾ കുതിർത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ മസാല ചേർത്തില്ലേ, നമ്മൾ അരച്ച് കൊണ്ടുവന്ന മല്ലിയില, പുതിനയില ഇതൊക്കെ ചേർത്തില്ലേ, ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് ചേർത്തതിന് ശേഷം അപ്പോൾ അങ്ങനെ ചേർത്താൽ നമ്മുടെ ഈ ചോറിന്, ഈ പുലാവിൻ്റെ ഈ ചോറിന് കുറച്ചൊരു കളർ കൂടെ കിട്ടും. ഒരു മഞ്ഞ കളർ കിട്ടും. കാണാനൊരു ലുക്കാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തും ചേർക്കാതെയും ചെയ്യാറുണ്ട്. രണ്ടും ഒരുപോലൊക്കെ തന്നെ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തോട്ടൊക്കെ പോയിട്ട് വന്നപ്പം ഇങ്ങനെ വറ്റി റെഡി ആയിട്ടിരുന്നു. പെട്ടെന്ന് തന്നെ വന്ന് ഞാനൊന്ന് തുറന്ന് നോക്കുക ചെയ്തത്. ഒരു 10-12 മിനിറ്റോളം എടുക്കുന്നുണ്ട് എനിക്കിത് പുലാവ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ പുലാവ് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഈ വെള്ളത്തിൻ്റെ ആ ഒരു നനവുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും. ഇതിപ്പോൾ അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് മക്കൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനമ്മ ഇത്രയും ചെറിയ പാത്രത്തിൽ വലിയൊരു പാത്രത്തിൽ വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ഇത് വീഡിയോയിൽ എടുക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് പാത്രത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് തമ്പനെയിലൊക്കെ ഒരു ഭംഗിയായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഒരു അല്പം മാത്രം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നല്ല കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ട് ചൂടോടെ തന്നെ ഒന്ന് സെർവ് ചെയ്യുകയാണ്. പുലാവ് എന്നൊക്കെ പറയുമ്പോൾ ബിരിയാണി പോലെ തന്നെ ചൂടോടെയാണല്ലോ അത് ടേസ്റ്റ് കൂടുതൽ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പപ്പടമോ അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇതിലിപ്പോൾ നമ്മുടെ സലാഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പപ്പടമോ അങ്ങനെയൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു കേട്ടോ. കുറച്ച് സലാഡ് മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് കാണിക്കുന്നത്. പിന്നെ ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അതിപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പുലാവ് എടുത്തിട്ട് സലാഡ് വെച്ചിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനായിട്ട് നല്ല കിടുക്കാച്ചിയായിരുന്നു കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും ടേസ്റ്റിന് ഒരു കുറവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് റെസിപ്പി ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. താങ്ക് യു.